2-ാം മൈലിൽ കാട്ടുതീ പടർന്ന് ഏക്കർ കണക്കിന് വനഭൂമി കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് വനപാലകരുടെ അനാസ്ഥയാണ് ഈ കാട്ടുതീ പടർന്നു പിടിക്കുന്നതിന് കാരണമെന്നാണ്. വഴിയാത്രക്കാർ പറഞ്ഞറിഞ്ഞാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം കൺട്രോൾ ബേണിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നതെന്നാണ്. സംഭവവുമായി നേരിമംഗലം റേഞ്ച് ഓഫീസറുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കൺട്രോൾ ബേണിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ തീ പടർന്നു പിടിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു വനപാലകൻ നമ്മളോട് പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ഈ ഭാഗത്ത് കൺട്രോൾ ബേണിംഗ് ആരംഭിക്കുമെന്നാണ്. നിലവിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാഴ്ചയിൽ ഏക്കർ കണക്കിന് വനഭൂമിയാണ് ഇവിടെ കത്തി നശിച്ചിരിക്കുന്നത്. വഴിയാത്രക്കാർ പറഞ്ഞറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സല്യൂട്ട്. ഫയർ ബ്രേക്കർ ലൈൻ ഇടാൻ വേണ്ടി വിട്ടതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തീ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ്. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും അതെങ്ങനെ സാധനം ചെയ്തില്ലെങ്കിൽ പിന്നെ വഴിപോക്കൽ തീ പിടിച്ചിട്ടുള്ള കത്താതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഫോറസ്റ്റുകാർ ചെയ്തതാണ്. അത് വഴിയാത്രക്കാർ വിളിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഫോറസ്റ്റുകാർ ഫയർ ലൈൻ ചെയ്യാൻ വേണ്ടി കത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അന്നേരം വേറെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ വന്നത്. അന്നേരം പിന്നെ ഇപ്പം അപകടാവസ്ഥയൊന്നുമില്ല. അവർ കത്തിച്ച് ഇപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നു. ഫോറസ്റ്റുകാർ നിലവിൽ ഫോറസ്റ്റുകാർ നിലവിൽ ഇവിടെ ഉണ്ട്. അവരിവിടെയുണ്ട്.